ഹലോ, ഞാൻ ഇന്നെൻ്റെ ചെറിയൊരു കൃഷി കാണിക്കാൻ വന്നതാണ്. ചീര, അത് മൈസൂർ ചീരയായിരുന്നു. ഇത് നമ്മുടെ പച്ചച്ചീര. ചീരയുടെ വണ്ണം കണ്ടോ? നല്ല വണ്ണം വെച്ച് നല്ല തളിരില, നല്ല നല്ല സൂപ്പർ ഇല. തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. വൻപയറും കൂടെ ഇട്ട് തോരൻ വെക്കണം. ഇനി കോവൽ നമുക്ക് തുടക്കത്തിൽ എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഇപ്പോൾ ഇത് കോവയ്ക്ക ആയി. കണ്ടോ, കോവയ്ക്ക കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് പന്തലിട്ട് നിർത്തിയേക്കുവാണ്. അങ്ങ് വരെ പന്തലിട്ടേക്കുക. ഇനി ഇത് ഫുള്ള് നിറച്ചാകും. അപ്പം നല്ല രസമായിരിക്കും. അന്നേരം വീഡിയോ എടുക്കാൻ നമുക്ക്. പിന്നെ കുറച്ച് ഏത്തവാഴ നമ്മൾ പൊൻകുന്നത്ത് പോയി 50 ഏത്തവാഴകൾ മേടിച്ചാണ്. അത് നമ്മൾ എല്ലാം നട്ട് വെച്ച് എല്ലാം വളർന്നു. ഒരു സാധനം കൂടെ കാണിച്ചു തരാവേ. ഇത് കണ്ട്, ഇതാണ് മുള്ളാത്താന്ന് പറയുന്നത്. ക്യാൻസറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മളിതിനെ മുള്ളാത്താന്നാണ് പറയുന്നത്. നമ്മളെ വാഴകൾ കണ്ടോ, എല്ലാം നല്ല ഇലയും വന്ന് നല്ല കിളുത്ത്. കപ്പയുണ്ട്. കപ്പ കണ്ടോ, കപ്പ ചെറുതായി വരുന്നതേ ഉള്ളൂ. നേരത്തെ ഇവിടെ പറമ്പ് ഫുള്ള് കപ്പയായിരുന്നു. ഇതുണ്ടോ, ഇതാണ് ചുവന്ന ചീര. മൊത്തം ചുവന്ന ചീരയും പച്ചച്ചീരയുമാണ്. ഫുള്ള് വെച്ച വാഴയെല്ലാം അത് നല്ല ഇലയോടെ തന്നെ അതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ 50 വാഴവിത്തുകൾ മേടിച്ചാണ്. 50 വാഴയും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം അത് ഇലയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പുറകിലെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു കുഴിയിൽ പോലും ഇല്ലാതെ എല്ലാം നമുക്ക് ദൈവം തന്നെന്നുള്ളതാണ്. കണ്ടോ, എല്ലാം നല്ല തളുത്തലയല്ലേ നിൽക്കുന്നത്. വായോ, അടുത്ത ഇതാണ് കൊക്കോക്ക. നമ്മുടെ കൊക്കോക്കയാണ്. അതായില്ല, പകുതി വരെ ആയതുള്ളൂ. ഇതാണ് നാരകവും ശകലമായതുള്ളൂ. വർഷങ്ങളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം പൊക്കവും വെച്ചു. അടിഭാഗത്തൊക്കെ അത്യാവശ്യം വണ്ണമെല്ലാം വെച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ചിലിമ്പിക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. പലരും പല പേരുകളിലാണല്ലോ പറയുന്നത്. ഇരുമ്പം പുളി എന്ന് പറയുന്നവരുണ്ട്. കണ്ടോ, നിറച്ച് പൂവായി കായുമായി. പക്ഷെ ആരും പറിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആർക്കും വേണ്ട. ഇഷ്ടം പോലെ. ഇനി നമുക്ക് വാളംപുളി മരം നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഞാൻ ശകലം ദൂരക്കൂടലിൽ നിന്നാണ് എടുത്തത്. കാരണം എനിക്കിങ്ങനെ കിട്ടാതെ കാണാൻ പറ്റുന്നില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെ പോയാലും നമ്മുടെ കറിവേപ്പിലയെ മറക്കാൻ പറ്റത്തില്ലല്ലോ. കറിവേപ്പിലയും നമ്മുടെ കൂടത്തിലുണ്ട്. ഇനി മുരിങ്ങയിൽ നമുക്ക് ചാറ് വെക്കാം, തോരൻ വെക്കാം. കണ്ട, മുരിങ്ങയ്ക്ക കിടക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഈ പ്രാവശ്യം ഉണ്ടായി. എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം കുറവാണ്. നമ്മുടെ ആകാശമൊക്കെ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി പേരയ്ക്കായാലും പേരയ്ക്ക ഉണ്ട്, പക്ഷേ എല്ലാം വാവിൽ വന്ന് തിന്നുന്ന കാരണം നമുക്ക് അങ്ങനെ കിട്ടാറില്ല. നല്ല പേരയ്ക്കയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി തുളസിയും കറിവേപ്പിലയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തവരാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. ഇത് നമ്മുടെ വാഴയ്ക്ക, അതും ആയി വരുന്നതേ ഉള്ളൂ. പാളയംകോടനാണ്.